തിരുവനന്തപുരം ജില്ലയെക്കുറിച്ച് മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജനസംഖ്യയിൽ സംസ്ഥാനത്ത് 2ാം സ്ഥാനത്തുള്ള ജില്ലയാണ് തിരുവനന്തപുരം. ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളുള്ള ജില്ലയാണ് തിരുവനന്തപുരം. നെയ്യാറ്റിൻകര താലൂക്കാണ് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള താലൂക്ക്. തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നെയ്യാറ്റിൻകര താലൂക്കാണ് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള താലൂക്ക്. ഇന്ത്യയിലെ പ്രമുഖ കൈത്തറി നിർമ്മാണ കേന്ദ്രങ്ങളിലൊന്നായ ബാലരാമപുരം തെക്കൻ കേരളത്തിലെ നെയ്ത്തുപട്ടണം എന്നറിയപ്പെടുന്നു. തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രമുഖ കൈത്തറി നിർമ്മാണ കേന്ദ്രങ്ങളിലൊന്നായ ബാലരാമപുരം തെക്കൻ കേരളത്തിലെ നെയ്ത്തുപട്ടണം എന്നറിയപ്പെടുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോളജി പാർക്കും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട IT കേന്ദ്രവുമായ ടെക്നോ പാർക്ക് 1990-ൽ തിരുവനന്തപുരത്തെ കാര്യവട്ടത്താണ് സ്ഥാപിച്ചത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം തിരുവനന്തപുരം ജില്ലയിലാണ്. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിനാണ് പ്രവർത്തന ചുമതല. കേരള സർക്കാരാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ഉടമസ്ഥർ. തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ്. കേന്ദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രവും ഇവിടെ പ്രവർത്തിക്കുന്നു. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം, കോവളം ശംഖുമുഖം, വർക്കല പാപനാശം തുടങ്ങിയ പ്രശസ്തമായ കടൽ തീരങ്ങൾ തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ നദി വാമനപുരം ആറാണ്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ നദിയാണ് നെയ്യാർ. തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ നദി അറിയപ്പെടുന്ന പേരാണ് നെയ്യാർ. കേരളത്തിൽ മരച്ചീനി ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനം തിരുവനന്തപുരം ജില്ലയ്ക്കാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജയിൽ പൂജപ്പുര സെൻട്രൽ ജയിൽ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ഇത്രയുമാണ് തിരുവനന്തപുരം ജില്ലയെക്കുറിച്ച് മത്സര പരീക്ഷയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വിവരങ്ങൾ.